ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ തിരുവചനത്തിൽ യേശുനാഥനെ കാണാനായി പരിശുദ്ധ മറിയവും ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളും പുറത്തു വന്ന് നിൽക്കുകയാണ്. അവിടുന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് യേശുനാഥൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയും സഹോദരങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരും പാലിക്കുന്നവരുമാണെന്ന്. മറിയത്തെ ഇഷ്ടപ്പെടാത്തവർ, മറിയത്തെ വിശ്വസിക്കാത്തവർ, മറിയത്തിനെതിരെ പ്രയോഗിക്കുന്ന ഒരു തിരുവചന ഭാഗം കൂടെയാണ് ഈ തിരുവചന ഭാഗം. യേശുനാഥൻ മറിയത്തെ അമ്മയെ സ്വീകരിച്ചില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ വചനത്തിൽ നമുക്ക് മറിയത്തിൻ്റെ കുറേയേറെ പ്രത്യേകതകൾ ധ്യാനിക്കാൻ കഴിയും. അതിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറിയം യേശുനാഥനെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അനുവാദത്തിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. അവളോടൊപ്പം ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളുണ്ട്. ഈ സഹോദരങ്ങളെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കസിൻസാണ്. മറിയത്തിൻ്റെ തന്നെ പുത്രനോ പുത്രിമാരോ അല്ല, ക്രിസ്തുവിൻ്റെ കസിൻസാണ് അവരോടൊപ്പം യേശുനാഥനെ കാണാൻ കാത്തു നിൽക്കുന്ന പരിശുദ്ധ കന്യക മറിയം. അപ്പം ഈ 12-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ഭാഗമാണ് മറിയം ഈശോയെ കാണാൻ കാത്തു നിൽക്കുന്നത്. അതിന് തൊട്ടു മുൻപ് തിരുവചനത്തിൽ സംഭവിക്കുന്നത്, യേശുനാഥനെതിരെ ഇടറുന്ന ചില മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അവനെ ബേൽസബൂൽ, അതായത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഇവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് യേശുനാഥനെ ദുഷിക്കുകയും യേശുനാഥനെ ഒത്തിരിയധികം പഴി പറയുകയൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മറിയം കേട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിന് ഒത്തിരിയധികം സങ്കടം ഉണ്ടായി എന്നൊക്കെ അറിഞ്ഞിട്ട് ആവണം മറിയം ഓടി എത്തുകയാണ് ഈശോയെ കാണാനും ആശ്വസിപ്പിക്കാനും കാര്യങ്ങൾ തിരക്കാനും ഒക്കെ. അപ്പോൾ അതായിരിക്കണം അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പം അങ്ങനെ യേശുനാഥൻ്റെ അടുക്കിലേക്ക് വരുന്നു. അങ്ങനെ യേശുനാഥനെ കാണാനായി ഓടിയെത്തുന്ന മറിയം, പക്ഷേ അവിടെ അവൾ യേശുനാഥനെ കാണാനായി ചെല്ലുന്നില്ല, പകരം കാത്തു നിൽക്കുകയാണ്. ക്രിസ്തുവിനോട് അത്രയേറെ സ്വാതന്ത്ര്യമുള്ള ക്രിസ്തുവിൻ്റെ അമ്മയാണ്, എന്നിട്ട് പോലും അവൾ അവിടെ കാത്തു നിൽക്കുകയാണ്. എന്തിനാണ് അവൾ കാത്തു നിൽക്കുന്നത്? അവൾ കാത്തു നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുവാദത്തിന് വേണ്ടിയാണ്. ക്രിസ്തു പറഞ്ഞാൽ മാത്രമേ അവളും ഈശോയെ കാണാൻ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ ഇത്രമാത്രം ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരമ്മ, ഒത്തിരിയേറെ സ്വാതന്ത്ര്യം മറിയത്തിനുണ്ടെങ്കിലും അവൾ ക്രിസ്തുവിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം കാണാനായി കാത്തു നിൽക്കുന്ന അമ്മ. അപ്പം അവൾ മാത്രമല്ല, അവൾ ഈ സഹോദരങ്ങളെയും പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഓടിച്ചെന്ന് കാണാനൊന്നുമല്ല, സഹോദരങ്ങളോട് മറിയം പറയുന്നത് ഇത് തന്നെയായിരിക്കും, ഈശോ പറയട്ടെ, പറഞ്ഞിട്ട് നമുക്ക് അവനെ പോയി കാണാം. അപ്പോൾ അവൻ്റെ ആഗ്രഹത്തിനും അവൻ്റെ ഇഷ്ടങ്ങൾക്കും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന മറിയം. യേശുനാഥ് ഇത് തന്നെ പറയുന്നത്, പിതാവായ ദൈവത്തെ കേൾക്കുകയും അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുള്ളൂ. മറിയം അക്ഷരാർത്ഥത്തിൽ ദൈവത്തെ, പിതാവായ ദൈവത്തെ, ഈശോയും ദൈവമാണ്, ദൈവമായ ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്കും അവൻ്റെ വചനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വചനം അക്ഷരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന മറിയം. അങ്ങനെയാണ് മറിയം തിരുസഭയ്ക്ക് മുഴുവനും അമ്മയായി മാറുന്നത്. തിരുസഭയ്ക്ക് മുഴുവനും ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ശിഷ്യയും എല്ലാ ശിഷ്യന്മാർക്കുമുള്ള മാതൃകയുമായി മറിയം മാറുന്നത്. ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ഒരു കൂട്ടം ക്രിസ്തുവിനെ ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടം സന്യാസിമാർ, അത് ഈ കർമ്മലമലയുടെ തീരങ്ങളിൽ, ആ മലയിൽ താമസിച്ചിരുന്നവർക്ക് വലിയൊരു മാതൃകയായി മറിയം മാറുകയാണ്. അങ്ങനെയാണ് കർമ്മല മാതാവിനോടുള്ള ഭക്തി വർദ്ധിച്ചു വരുന്നത് ഈ 13-ാം നൂറ്റാണ്ടിൽ. പിന്നീട് 16-17 നൂറ്റാണ്ടുകളായപ്പോഴേക്കും ഈ ഭക്തി കത്തോലിക്ക സഭയിൽ മുഴുവനും വ്യാപിക്കുകയാണ്. അപ്പോൾ മറിയം കർമ്മലോദ്ധിയെ നൽകിക്കൊണ്ട് സൈമൺ സ്റ്റോക്കിന് തൻ്റെ വസ്ത്രത്തിൻ്റെ തന്നെ ഒരു മാതൃകയാണ് നൽകിക്കൊണ്ട് പറഞ്ഞത്, ഈ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയും പ്രായശ്ചിത്വവുമായി ക്രിസ്തുവിൻ്റെ മാർഗം പിന്തുടരാണ്. അപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ, ആ മനുഷ്യരിൽ നിന്ന് സഭയ്ക്ക് കിട്ടിയ വലിയൊരു ഭക്താഭ്യാസത്തിൻ്റെ തിരുനാളാണ് ഈ കർമ്മല മാതാവിൻ്റെ തിരുനാൾ. ഈ മാതാവിൻ്റെ തിരുനാളും എന്നെയും നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. മറിയം ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തതുപോലെ, അവൻ്റെ ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.